അന്ന് ഇന്ത്യയിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ ബോംബ് എടുക്കുമെന്ന്. ഒരു രാജ്യത്തിന്റെ നിശബ്ദത തകർത്ത ആ പൊട്ടിത്തെറി ഇന്നും ചരിത്രത്തിലെ ആദ്യ ബോംബ് സ്ഫോടനമായി ഓർമ്മിക്കപ്പെടുന്നു. സമയം 1908 ജൂൺ 30. സ്ഥലം ബംഗാളിലെ മുജഫർപൂർ. ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ കാലം. ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി രഹസ്യമായി പൊരുതിയിരുന്നു. അതിൽ മുന്നിൽ നിന്നവരിൽ ഒരാളായിരുന്നു ഖുദിറാം ബോസ്, വെറും 18 വയസ്സുകാരൻ. അവന്റെ കൂട്ടുകാരൻ പ്രഫുല്ല ചാക്കിയുമൊത്ത് ബ്രിട്ടീഷ് ജഡ്ജായ ഡഗ്ലസ് കിംസഫിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന ആരംഭിച്ചു. കിംസഫ് ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് കഠിനമായ ശിക്ഷകൾ വിധിച്ചിരുന്ന ഒരാളായിരുന്നു. ജനങ്ങൾ അവനെ ഭയത്തോടെ ഓർത്തിരുന്നു. രാത്രി പാതിയിൽ ഇരുവരും ഒരു ബോംബ് വണ്ടിയിലേക്ക് എറിഞ്ഞു. പക്ഷേ വിധി കളി കളിച്ചു. അവൻ കിംസഫിന്റെ കുതിരവണ്ടിയെന്ന് കരുതിയത് മറ്റൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പ്രിങ്കിൾ കെനഡിയുടേതായിരുന്നു. അവനൊപ്പം ഭാര്യയും മകളും ഉണ്ടായിരുന്നു. ബോംബ് പൊട്ടിയപ്പോൾ വണ്ടി തീയായി. സ്ത്രീയും കുഞ്ഞും അവിടെ വെച്ച് മരിച്ചു. നഗരമൊട്ടാകെ പുക ഉയർന്നു. ജനങ്ങൾ വിറച്ചു. ബോംബ് പൊട്ടിച്ചു എന്ന വാക്ക് ആ രാത്രിയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ശബ്ദമായി. പോലീസ് അന്വേഷണത്തിന് ഇറങ്ങി. മുഴുവൻ നഗരം ചുറ്റിയുള്ള തെരച്ചിലിനുശേഷം ഖുദിറാം ബോസ് പിടിയിലായി. തന്റെ കൂട്ടുകാരൻ പ്രഫുല്ല ചാക്കി പിടിയിലാകാതിരിക്കാൻ സ്വയം വെടിവെച്ചു മരിച്ചു. ഖുദിറാമിനെ വിചാരണക്ക് മുന്നിൽ കൊണ്ടുവന്നു. കോടതിയിൽ ചോദിച്ചപ്പോൾ അവൻ ശാന്തമായി മറുപടി നൽകി, ഞാൻ എന്റെ നാട്ടിനായി ചെയ്തത് മാത്രമാണ്. 1908 ഓഗസ്റ്റ് 11 വെറും 18 വയസ്സിൽ ഖുദിറാം ബോസിനെ തൂക്കിലേറ്റി. അന്ന് ബംഗാളിലെ തെരുവുകൾ മുഴുവൻ അവന്റെ പേരിൽ മുഴങ്ങി. ജനങ്ങൾ കണ്ണീരോടെ വിളിച്ചു, വന്ദേ മാതരം, ഖുദിറാം അമർ രഹേ. അവന്റെ മരണശിക്ഷ ഇന്ത്യൻ വിപ്ലവത്തിന്റെ തീക്കനൽ പോലെ ആയിരുന്നു. ഇതിനുശേഷം രാജ്യം മുഴുവൻ യുവാക്കൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി. പക്ഷേ ചരിത്രം സാക്ഷിയായി. 1908 ആ മുജഫർപൂർ ബോംബ് കേസ് ആണ് ഇന്ത്യയിലെ ആദ്യ ബോംബ് സ്ഫോടന സംഭവം. ആ ദിവസം ഇന്ത്യക്ക് ഒരു പാഠമായിരുന്നു. ഒരു രാജ്യം അടിച്ചമർത്താനാവില്ലെന്ന് കാണിച്ചൊരു തീപ്പൊരി. പിന്നീട് അനവധി സ്ഫോടനങ്ങളും സംഭവങ്ങളും ഉണ്ടായെങ്കിലും ആ രാത്രി മുജഫർപൂരിലെ ആ പൊട്ടിത്തെറി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ ബോംബ് സ്ഫോടനത്തിന്റെ തുടക്കം എന്ന് പലരും പറയുന്നു. ഇത് ഇന്ത്യയുടെ ആദ്യ ബോംബ് സ്ഫോടനത്തിന്റെ രഹസ്യകഥയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.